വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, വറ്റൽമുളക്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളി അരിഞ്ഞതും പച്ചമുളകുമാണ്. അതിനുശേഷം കുറച്ച് കായപ്പൊടി, കുറച്ച് മല്ലിച്ചപ്പ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ. പുളി കുതിർത്ത് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ പൊട്ടി തീർന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്കിത് മെല്ലെ ഇളക്കി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പച്ചമുളകും തക്കാളിയും ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതിലേക്ക് ഇനി ആ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ചേർത്തു. ഇനി നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, വറ്റൽമുളക് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒപ്പം തന്നെ നമ്മൾക്ക് പച്ച മല്ലി ഉണ്ടെങ്കിൽ മല്ലി ചതച്ചോട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ മല്ലി ചേർക്കുന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ എല്ലാ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് നിർത്താം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിന് ഉപ്പും പുളിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സൂപ്പർ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിവെള്ളം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അവനവർക്ക് പുളിയുടെ ടേസ്റ്റ് എങ്ങനെ വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളാം. നമുക്കതിലേക്ക് ഒരല്പം എന്താ പറയുക തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഈ ഒരു പരുവം വെള്ളം ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമല്ലി ഇടുന്നവർ ഈ മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ നമ്മുടെ ആ ഒരു രസത്തിൻ്റെ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഞാനതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എന്തോരം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്കതിലേക്ക് വെള്ളം ചേർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ രസം നല്ല അടിപൊളിയായിട്ട് ഇവിടെ സൂപ്പറായിട്ട് തിളച്ച് അറിയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ ഫൈനലി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ ഉണ്ടാകാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ രസത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാൻ ഈ രസം മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ എന്താ പറയുക ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. ബൈ ബൈ.